ഹലോ ഹായ്. ഇപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഹനീതാണ്. അതിനായിട്ട് മസാല തയ്യാറാക്കിയെടുക്കണം. 3 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 7 ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ മല്ലി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി അത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാനിതാ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാല 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ഒരു സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കിലോനാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്കിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ചിക്കൻ്റെ സ്റ്റോക്ക് വേണം. എന്താ വെച്ചാൽ നമ്മൾ ആ വെള്ളത്തിലാണ് അരി വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കനിലുള്ള സ്റ്റോക്ക് മുഴുവൻ ആ വെള്ളത്തേക്ക് ഇറങ്ങുന്ന പോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് അതൊക്കെ ഒന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഗ്രാമ്പും ഏലക്കായും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ റൈസിൽ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തോന്നാൻ പാടില്ല. അപ്പോൾ ആ രൂപത്തിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. ഒരു ഉണങ്ങിയ നാരങ്ങ കൂടി ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഈ കപ്പിന് 1 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് 3/4 കപ്പാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ബാക്കി വെള്ളം കൂടെ ചേർത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളക്കുന്നവരെ ഇനി അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ആ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാന് വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നാലേ നമ്മുടെ മസാലകളൊക്കെ അതിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ ബാക്കി ഉണ്ടായിരുന്ന ഗ്രേവി കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹനീതിൻ്റെ മസാല ഉണ്ടല്ലോ അതുകൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴേക്കതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു ഭാഗം റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം. ചോറ് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കൊരു ചട്നി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതായ തക്കാളി, സവാള, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നിങ്ങളുടെ ഓരോ കമൻറ്റും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു പ്രചോദനം കൂടിയാണ് കേട്ടോ നിങ്ങളുടെ ഓരോ കമൻറ്റും. അപ്പോൾ അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഹണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ വരില്ലേ, അപ്പോൾ പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റൈസ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.